അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറല്ലാഹ് അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഉസ്താദ് അവറുകള്, ആഫിൽ ഉസ്താദ്, ഓട്ടി ഉസ്താദ്, മറ്റു ഉസ്താദ് ഷബീർ ഉസ്താദ് അടക്കമുള്ള മറ്റു ഉസ്താദുമാര്, മുത്താലിമീങ്ങള്, ഹിഫ്ളിന്റെ നമ്മളെ മുത്താലിമീങ്ങള്, സഹോദരങ്ങളെ, നമ്മുടെ ഹക്കീം ഫൈലി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക പ്രചരണവുമായി ഇന്ത്യ മുഴുവനും ബൈക്കിൽ സഞ്ചരിക്കുകയാണ്. ഒരു ത്യാഗമാണത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നല്ല നീയത്ത് വെച്ച് ഇഖ്ലാസോടുകൂടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രചരണം എന്ന നിലയ്ക്ക് ഇങ്ങനെ പോറ്റിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ സഹായം ഉണ്ടാവും. മശായിഖന്മാരുടെ, സമസ്തയുടെ ആലിമീങ്ങളുടെ ഒക്കെ മദദ് ഉണ്ടാകും. അള്ളാഹു അത് നൽകി അനുഗ്രഹിക്കട്ടെ. യാത്ര എന്ന് പറഞ്ഞാൽ ഖിത്അത്തും മിനൽ അദാബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ യാത്രയിൽ ഒരുപാട് നേട്ടങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയത് സാഫിറു തഗ്നമു, നിങ്ങൾ യാത്ര ചെയ്യുക, ഗനീമത്ത് നേടുക. ഒരുപാട് സമ്പാദ്യങ്ങൾ യാത്രയിലൂടെ നേടാൻ കഴിയും. വലിയ ഒരു പുസ്തകം വായിച്ച് നേടുന്നതിനേക്കാൾ വലിയ അറിവുകൾ, ധാരാളം അറിവുകൾ യാത്രയുടെ സമ്പാദിക്കാൻ കഴിയുമെന്നാണ് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഗറബ് അനിൽ ഔതാനി ഫീ ത്വാലബിൽ ഉലാ, ഉയർച്ച തേടിയിട്ട് നീ നാട്ടിൽ നിന്ന് വിട്ടുപോവുക. വസാഫിർ ഫിൽ അസ്ഫാരി ഖംസു ഫവായിദി, യാത്ര ചെയ്യുക, യാത്രയിൽ 5 നേട്ടങ്ങൾ ഉണ്ട് എന്നാ. തഫറുജു ഹമ്മിൻ വക്തിസാബു മഈശത്തി, തഫറുജു ഹമ്മ്, നമ്മൾ ടെൻഷൻ, ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ ടെൻഷനാണ്. ഒഴുകുന്ന വെള്ളം ശുദ്ധമാകുന്ന പോലെ യാത്ര ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ക്ലിയറായി നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങും. വക്തിസാബു മഈശത്തി, മഈശത്തിനുള്ള വഴി അതും യാത്ര കൊണ്ട് നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ ഇൽമും ആദാബും വസുഹ്ബത്തു മാജിദീൻ, അറിവ് നേടാൻ പറ്റും, സംസ്കാരങ്ങളെ കുറിച്ച് പഠിക്കാൻ പറ്റും, മര്യാദകൾ പഠിക്കാൻ പറ്റും. വസുഹ്ബത്തു മാജിദി, മഹാന്മാരോടുള്ള സഹവർത്തിത്വം. യഥാർത്ഥത്തിൽ അറിവിലേറെ പ്രാധാന്യമാണ് മഹത്തുക്കളുമായുള്ള ഇടപഴകലും കൂടിച്ചേരലും. ദീർഘമായ യാത്രയിൽ പരിശുദ്ധമായ ദീനിന്റെ ഒരുപാട് മഹാത്മാക്കള് സഞ്ചരിച്ചു പോയ വഴിയോരങ്ങളിലൂടെയാണ് യാത്ര പോകുന്നത്. മഹാത്മാക്കളുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണിലൂടെ നടന്നു പോകുന്നത് തന്നെ ഏറെ പുണ്യകരമാണ്. അത് തന്നെ ബറക്കത്ത് കിട്ടുന്നതിന് കാരണമായി തീരുന്നതാ. അൽഹംദുലില്ലാ, അങ്ങനെയുള്ള ധാരാളം നല്ല കാര്യങ്ങൾക്ക് യാത്ര ഉപകരിക്കും. അതോടൊപ്പം ബഹുമാനപ്പെട്ട സമസ്തയുടെ 100 പ്രവർത്തനങ്ങളെ പൊതുജനങ്ങളിലേക്ക് അറിയിച്ചു കൊടുക്കുന്നതിനും യാത്ര കാരണമായി തീരും. ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തക്ക് ഇജാബത്ത് നൽകിയ, അത് രൂപീകരിച്ച കാലഘട്ടത്തിന്റെ കുത്തുബായി, ജമാനിന്റെ കുത്തുബായി മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുടെ ചാരത്താണ്, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ ചാരത്താണ്. ഇൻഷാ അല്ലാഹ് ഈ യാത്രക്ക് ഇതൊരു പ്രചോദനമാണ്, ഇതൊരു ശക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ യാത്ര നല്ല വിജയത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. എവിടെയും ഒരു പ്രയാസമില്ലാത്ത നിലക്ക് സന്തോഷത്തോടുകൂടെ എല്ലായിടത്തും പോയി സന്തോഷത്തോടുകൂടെ തിരിച്ചെത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് സന്തോഷമുണ്ട്. കാരണം ഷുഐബ് ഫൈലി നമ്മളെ ശിഷ്യനാ, ഷുഐബ് ഫൈലിന്റെ ശിഷ്യനാണ് മൂപ്പര് എന്ന് പറഞ്ഞു. മൂപ്പരും ജാമ്യയിൽ ഉണ്ടായിട്ടുണ്ടല്ലേ? അൽഹംദുലില്ലാ. കോട്ടുമല കോംപ്ലക്സിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഷെയ്ഖാനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ശംസുൽ ഉലമയും കോട്ടുമല ഉസ്താദാ. ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിന്റെ പേരിൽ മലപ്പുറത്തുള്ള കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ സ്മാരക ഇസ്ലാമിക് കോംപ്ലക്സിൽ ഒരു വർഷം പഠിച്ചിട്ടുണ്ട് എന്നാണ്. അള്ളാഹു എല്ലാത്തിനും ബർക്കത്ത് ചെയ്ത് തരട്ടെ. ഞങ്ങൾക്കൊക്കെ വേണ്ടി ഇവിടുത്തെ പഠിക്കുന്ന SNEC കോളേജിന്റെ ഇവിടെ ഹിഫ്ള് കോളേജ് വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്നുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയും ഉസ്താദുമാർക്ക് വേണ്ടിയും, അതുപോലെ ഇവിടെ പ്രവർത്തിക്കുന്ന ഓട്ടി ഉസ്താദ്, അതുപോലെ നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന ഷർഫുദ്ദീൻ ഉസ്താദ് അത്യാവശ്യത്തിന് നാട്ടിൽ പോയതാണ്. അവർക്കൊക്കെ വേണ്ടി അതുള്ള ഉസ്താദ് പ്രായം ഉണ്ടെങ്കിലും യുവാവിനെ പോലെ ഓടി നടക്കുന്ന ആളാണ്. എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി അപേക്ഷിക്കുകയാണ്.